ചാനൽ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഈ ഗെയിം കളിക്കുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ ഒരു ന്യൂ വീട് വന്നിട്ടുണ്ട്. അതപ്പോൾ വാങ്ങാൻ പറ്റുമോ അല്ല, നമ്മൾ കാശൊക്കെ ഉണ്ട്, അധികമൊന്നുമില്ലെങ്കിലും കുറച്ച് ക്യാഷൊക്കെ ഉണ്ട്. അത് വെച്ച് നമുക്കൊരു വീട് വാങ്ങാൻ പറ്റുമോ നോക്കാം. നമുക്ക് എന്തായാലും ഇറങ്ങുകയാണ്. ഇപ്പം നമ്മളിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ സത്യം പറഞ്ഞ ഈ വീടൊക്കെ മടുത്തു നമുക്ക്. ഫസ്റ്റ് ഈ വീട്ടിൽ ഇവിടെ ഒരു ഹാളുണ്ട്, പിന്നെ ഇവിടെ ഒരു റൂമും വളരെ സ്പേസ് കുറവാണ്, പിന്നെ മുകളിൽ ഫുൾ ജിമ്മുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാലേ, നമ്മളൊരു വീട് വാങ്ങിയാലോ. പക്ഷെ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല ഒരു വീട് വാങ്ങുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഒരു മറ്റേ ഭയങ്കര റിച്ചസ്റ്റ് വീടാണെന്നാണ് എല്ലാവരും പറഞ്ഞ് കേട്ടില്ല. എന്നിട്ടൊന്നും പോയിട്ട് നോക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്താ നടക്കാന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോഴേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും നമുക്ക് പോകാം. വീട് തന്നെ അവിടെ ഉണ്ടോയെന്ന് സംശയമാണ്. ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേട്ട വഴിയെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇടത്തോട്ട് തിരിയാനാണ്. നമുക്ക് എന്തായാലും ഈ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ എന്താടാ മോനെ, പിന്നെ നിക്ക് ചേട്ടൻ പോയി, എന്തോ തിരക്കിലാണ് തോന്നുന്നു. സാറില്ല, എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഈ സൈഡിക്കായിരിക്കും. എന്തായാലും അങ്ങോട്ട് പോവാം നമുക്ക്. ഇതെന്താ ഇവിടെ ഒരു ഡിഫൻഡർ കിടക്കണേ? ആർക്കും എന്തോ ആക്സിഡൻറ്റ് പറ്റിയാന്ന് തോന്നണേ. സോറി ചേട്ടാ, ഞാൻ റോങ് സൈഡ് കയറിയെന്നാ. ഗൈസ്, മുന്നിലാണോ? അതാണ് വീട്. നമ്മളാ മറ്റേ വഴി കൂടെ അറിയാതെ പോയി. ഇത് ലോക്കഡാ? ഇതെന്താ സംഭവിച്ചത്? ഇത് ലോക്കഡാണല്ലോ. ഓട്ടോമാറ്റിക് ഡോറ്. ശരിയല്ലോ, ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണ് ഉള്ളത്. കണ്ടോ? അവിടെ നമ്മൾ ഇതിലങ്ങനെ കയറും. ഇവിടെ പാർക്കിംഗ് ഏരിയ. അടിപൊളിയാണല്ലോ. എന്തായാലും ഇതാരാ? ഇവിടെ ഓണറാണോ? ഇതാരാണ്? ഓണറൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വീട് നോക്കാൻ വന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ, നമ്മളെ വീടിനേക്കാളിലും വലുതായിട്ടാണ് ഈ തോന്നുന്നത്. പക്ഷെ ഇവിടെ ആഴല്ല കേട്ടോ. നമുക്ക് ഉള്ളിക്കൊന്ന് കയറി വെക്കാം. നമ്മളുടെ ഓണറിൻ്റെ നമ്പർ നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് വിളിച്ച് പറയാം. 10 മിനിറ്റ് ആദ്യം നമുക്കൊന്ന് നോക്കട്ടെ, ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും ലോക്കഡല്ല, കാരണം ഇവിടെ കള്ളന്മാരൊന്നും അങ്ങനെയല്ല. ഇവിടെ ഒരു സോഫ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സോഫ, ഭയങ്കര സെറ്റപ്പാണല്ലോ. പിന്നെ ഇവിടെയാണ് ലാഡർ വരുന്നത്. പക്ഷെ ഇവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ നിലത്തേക്കൊക്കെ വീഴും. അതൊന്നും സാരമില്ല, നമ്മളങ്ങനെ നിലത്തേക്കൊന്നും വീഴില്ല. അയ്യോ, ഇതിൻ്റെ എത്ര റേറ്റ്? നമ്മളിവിടെ എത്തി. ഇവിടെ എന്താ, ഇവിടെ പ്ലെയിൻ ഏരിയ ആണോ? ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജിമ്മ് സെറ്റാക്കാം. പിന്നെന്ന് ഇവിടെ ഒരു PC ഉണ്ട്. ഇവിടെ അടിപൊളിയാ, ഉണ്ടോ? ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഗസ് നമ്മൾ മുകളിലെത്തി. ഇതാണ് ഇതിൻ്റെ മുകളിൽ പറഞ്ഞാൽ. വീടൊക്കെ എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ച് നോക്കണം. നമുക്ക് ആദ്യം വിളിച്ച് നോക്കട്ടെ അയാൾ. നമുക്കെന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. പേരെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രദീപാണ്. നമുക്ക് കോൾ ചെയ്യാം.
കോൾ ചെയ്യാം. 10 മിനിറ്റ്. ഇപ്പോൾ പറയാമേ എന്താ പറ്റിയെന്നും എനിക്കറിയില്ല. ഇല്ല, നമ്മളിപ്പോൾ എന്തിനാ ഇതൊക്കെ എടുക്കണേ? മിനിറ്റ്, ഇതെന്താ സംഭവിച്ചേ? ഓക്കെ, മിനിറ്റ്. എന്തായാലും താഴത്തേക്ക് ഇറങ്ങാം. വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? എന്ന് വെച്ചാൽ നമ്മൾ പോയി പിക്ക് ചെയ്തിട്ട് വരണം. ഇയാളവിടെ എയർപോർട്ടിൻ്റെ സൈഡിലേക്ക് നിൽക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും അയാളെ പിക്ക് ചെയ്തിട്ട് വരാം. ഗേറ്റ് തുറക്ക്. അതിൽ ഓട്ടോമാറ്റിക് തുറന്ന് ഞാൻ നല്ല ഇഷ്ടമായിട്ടാ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ലോക്ക്ഡൗൺ വിചാരിച്ചത്. എയർപോർട്ട് എവിടെയായിരുന്നു? പെട്ടെന്ന് പോവാം, നമുക്ക് ടൈമില്ല. കാരണം ഞാൻ എന്തെങ്കിലും പൈസ വല്ലതും വേണമെങ്കിൽ ആവശ്യം വരും. എയർപോർട്ടിൻ്റെ അവിടെ ആരാണ് എനിക്ക് അത്ര പിടിയില്ല. അവിടെ കാണാമല്ലോ. അതന്നെ അതാ ഗൈസ്, ഇതാ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ചേട്ടാ. ഞാനാണ് വീട് വാങ്ങണം പറഞ്ഞ ആള്. ഓക്കെ, അപ്പം എന്തായാലും വണ്ടി കയറ്റിയിട്ടുണ്ട്. ചേട്ടാ, ഞാനാണ് വീട് വാങ്ങണം പറഞ്ഞ ആള്. വീട് ഇഷ്ടമായി? പോയോക്കിയോ? ഇഷ്ടമായി. പിന്നെ ഓട്ടോമാറ്റിക് ഡോറൊക്കെ ആണല്ലേ? ഒക്കെ ഒന്ന് ഒപ്പിച്ച്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെ വരും ചേട്ടാ? റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5 കോടി രൂപ തന്നാൽ മതി. 5 കോടി രൂപയോ? ഒത്തിരി കൂടുതലല്ലേ? അയ്യോ, അത് ഇത്തിരി കൂടുതലാണല്ലോ. ഇത്തിരി കൂടുതലാണ്. എൻ്റെ അമ്മേ, ഇയാളോട്ട് പോയോ? എനിക്കൊന്നും പറ്റിയില്ല. ഇയാൾക്കെന്താ പറ്റീനെ? അയ്യോ, പെട്ടോ. ഇയാളൊരു അനിയുണ്ട്. മിനിറ്റ്, 1 കോൾ ഈസ് കമ്മിങ്. 1 മിനിറ്റ്. ഇപ്പം എന്തായാലും നമ്മൾ സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒറ്റ അപ്പം നമുക്ക് എന്തായാലും പറയൊന്നും വേണ്ടല്ലേ? യെസ്, ബൈക്ക് എന്തായാലും പോയി. നമുക്ക് ഇയാളെ ബൈക്ക് എടുക്കാനായിട്ട് നോക്കട്ടെ. അതാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ കാറെടുത്ത് പെട്ടെന്ന് നമ്മളൊക്കെ വീട്ടിലേക്ക് പോയിട്ട് എന്നിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് വരാം. നമ്മളെ കാറാണെങ്കിൽ ഇന്നും നിൽക്കുന്നില്ലല്ലോ. നമുക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയിരുന്നു. ഡിഫൻഡർ വേണ്ട, നമുക്ക് ഫോർച്യൂണർ എടുക്കാം. എന്താ നിർത്തിയിട്ടേക്കാണോ? ഇതെന്തോ പറ്റിയോ വണ്ടിക്ക്? നമുക്കെന്തായാലും വണ്ടി ഇരിക്കാം. നമ്മളെന്തായാലും എല്ലാം നമ്മുടെ ഈ വണ്ടി കൊണ്ട് നമ്മളെ വീട്ടിൽ പോയിട്ട് നമ്മളെ വണ്ടി കൊണ്ടുവരാം. നമ്മളെ വീടിന് എന്ത് ചെയ്യും? നമുക്ക് നമ്മളവിടെ എന്തെങ്കിലും ചെയ്യാം. ഇനി നമ്മളെ വീഡിയോ എന്തായാലും ആ വീട്ടിൽ നിന്ന് അയക്കാനാണ് ചാൻസ്. വണ്ടിയോടെ നമ്മളൊരു വണ്ടി ഇല്ലല്ലോ. വണ്ടി പോയി.
ഞാനൊരു 5 കോടിന് മുതലാണ് നമ്മളെ കൈ കിടക്കുന്നത്. യെസ്, അതാ ഓണത്തൊക്കെ തെറിച്ച്. എന്തായാലും വേഗം വണ്ടി വിടാം, അല്ലെങ്കിൽ ആരെങ്കിലും ചെന്ന് താമസിക്കും അവിടെ. ഇനി വല്ല കേസാവുമെന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ അതിനിരിക്കും. അയാളുടെ ജോലി എന്താണോ? അയ്യോ, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കയറാം. ഒന്ന് വീടൊന്ന് ചുറ്റട്ടെ. എന്തായാലും സ്കൂളിൽ കയറാം. ഈ ഓട്ടോമാറ്റിക് ഡോർ എനിക്ക് നല്ല ഇഷ്ടമായി. ബൈക്കാണെങ്കിൽ അവിടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നെക്കി പൊട്ടിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.